നമ്മൾ ചെല്ലാനത്താണ് നിൽക്കുന്നത്. ചെല്ലാനം എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് കൊച്ചിയുടെ കണ്ണുനീരായിരുന്നു. അതെ. കാരണം മഴ പെയ്താൽ കടൽക്ഷോഭം വന്ന് വീടുകളിൽ വെള്ളം കയറി ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. രാത്രികളിൽ അവർക്ക് ഉറങ്ങാൻ ഇല്ല, പറ്റില്ല, സമാധാനത്തോടെ ഉറങ്ങത്തില്ലായിരുന്നു ഒരു മഴക്കാലത്തും ചെല്ലാനത്തെ ആളുകൾ. നിരന്തരം അവരുടെ വിലാപം കേട്ടുകൊണ്ടിരുന്നതാണ്. നമ്മൾ മഴക്കാലം എന്നാൽ ഏറ്റവും ആദ്യം വാർത്ത വരുന്ന ചെല്ലാനത്താണ്. കടലാക്രമണം രൂക്ഷം, വീടുകളിൽ വെള്ളം കയറി ആളുകളെ മാറ്റി താമസിപ്പിച്ചു. അവരുടെ ആ കരച്ചിൽ, ദയനീയമായ കരച്ചിൽ പലതവണ നമ്മൾ കേട്ടതുമാണ്. പക്ഷെ അതെല്ലാം മാറിയിരിക്കുന്നു. ഇന്ന് ചെല്ലാനത്തുകാർ സുഖമായി വീടുകളിൽ ഉറങ്ങുന്നു. ഇത് നമ്മളിപ്പോൾ കയറി നിൽക്കുന്ന ഈ ടെട്രാപോഡ് കൊണ്ടുള്ള ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സർക്കാർ അവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ പദ്ധതിയാണ്. കിഫ്ബിയിൽ നിന്ന് ഏകദേശം 600 കോടിയിലധികം രൂപ മുടക്കി ചെയ്യുന്ന ഒരു വലിയ പദ്ധതി. കിലോമീറ്റർ കണക്കിനാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിന്റെ പണി ഏകദേശം അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ മനുഷ്യർക്ക് ഏറ്റവും സുഖകരമായ രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു കാവലായി ഈ പദ്ധതി മാറിയിരിക്കുകയാണ്. ഈ പദ്ധതിയിലാണ് അതെ, കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിനെക്കുറിച്ച് പറയാനൊരു കാര്യമുണ്ട്. കാരണം ഈ കിഫ്ബി പദ്ധതിയെ ഏത് വിധേനയും തകർക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. മാധ്യമങ്ങൾ അതിന് കൂടെ നിൽക്കുന്നു. ഇവിടെ പ്രതിപക്ഷം അതിന് കൂടെ നിൽക്കുകയാണ്. ഒരു കാര്യം ഓർക്കണം നിഖിലെ, ഈ പ്രതിപക്ഷത്തിന്റെ MLA മാർ ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഉള്ള മണ്ഡലങ്ങളിലെല്ലാം ഇതേ കിഫ്ബി ഉപയോഗിച്ചാണ് വികസന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം ഈ പോയ നാളുകളിൽ കണ്ട എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും ഇന്ധനം എന്ന് പറയുന്നത് ഇതേ കിഫ്ബിയാണ്. അത് എനിക്ക് തോന്നുന്നു അത് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്ന് ഈ ചെല്ലാനം തന്നെയാണ്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച, അതിന് കിഫ്ബി ഫണ്ട് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ കിഫ്ബിയെ തകർക്കാൻ നടക്കുന്നവർ ഈ കാഴ്ചയൊക്കെ ഒന്ന് കണ്ട് സ്വയം ചോദിക്കണം. നമുക്ക് നാട്ടുകാരോട് ചോദിക്കണം, ആശ്രയമായി ഈ കിഫ്ബി പദ്ധതിയും ഇടത് സർക്കാരും എങ്ങനെ അവർക്ക് ആശ്രയമായി എന്നതുകൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ തേടിയുള്ള യാത്രയിൽ ചോദിക്കണം. തീർച്ചയായും നമുക്ക് പോയി ചോദിക്കാം. അപ്പൊ താഴേക്ക് ഇറങ്ങിയാലോ? താഴേക്ക് ഇറങ്ങണം. ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണമാണ് നമുക്ക് അറിയേണ്ടത്. അതെ.